100 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ 140 സീറ്റിൽ 100 സ്വന്തമാക്കണമെങ്കിൽ ഒലിച്ചു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവണം. അത്ര വലിയ ട്രെൻഡ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമുക്കൊരു പ്രകടമായി കാണാൻ കഴിയുന്നില്ല. അവിടെ എന്തായിരിക്കും ഒരു ആത്മവിശ്വാസം? നോക്കൂ, ഇത് നമുക്ക് 10 വർഷം തുടർച്ചയായി ഇടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന വിലയിരുത്തൽ, ആ വിലയിരുത്തൽ, കാരണം കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ മാറുന്നതിൽ നിന്നും മാറ്റം വന്നത് കഴിഞ്ഞ തവണയാണ്. അപ്പോൾ ഈ തുടർച്ചയായ ഈ ട്രെൻഡുകളിൽ ഇതിൽ 10 വർഷമാകുമ്പോൾ അത് കുറേ കൂടി എതിർ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന വിശ്വാസം, അത് ആഞ്ഞടിക്കും എന്ന വിശ്വാസത്തെ കൂടെ കണക്കിലെടുത്താണ്. പിന്നെ സ്ത്രീകൾ ഇത്തവണ റെക്കോർഡ് വോട്ടർമാരായി വന്നു. അതും എന്തോ ആലോചിച്ച് ഉറപ്പിച്ച് വരുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം UDF ഇത്ര വലിയ ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നത്. ഇനി UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴത്തെ മണ്ഡലങ്ങളുടെ സാഹചര്യവും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം ഉള്ള ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പോലും 75 മുതൽ 80 വരെയുള്ള സീറ്റുകൾക്ക് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത്തരം സീറ്റുകൾ നേടിക്കൊണ്ട് വരുമെന്ന ഒരു വിലയിരുത്തലാണ് പല വിശകലന വിദഗ്ധരും നടത്തുന്നത്. കേന്ദ്ര സർവകലാശാലയുടെ മുൻ VCയും അതുപോലെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഗോപകുമാർ സാറിൻ്റെയൊക്കെ ഇന്നത്തെ വിലയിരുത്തലുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭരണമാറ്റത്തിനുള്ള സന്ദേശം ഇതിനകത്തുണ്ട്. ഇതുപോലെ സ്ത്രീകളുടെ വോട്ടുകൾ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരത്തെ പോലും അത് ചിന്നിച്ചിതറിച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയും. അവിടെ BJPയിലേക്ക് കൂടി ഈ ഇതിലെ ഒരുപക്ഷം വോട്ടുകൾ പോയേക്കാം. അതുകൊണ്ട് തന്നെ ഈ 100 സീറ്റ് എന്നതിലേക്ക് എത്തുമോ, പ്രായോഗികമായി എത്തുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, BJP എന്താണ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയും കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് മറ്റിടങ്ങളിൽ തോൽക്കാൻ ആവശ്യമായ രീതിയിൽ വോട്ടുമറിക്കുക എന്നൊരു സമീപനം സ്വീകരിച്ചേക്കുമെന്ന ആശങ്കകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ CPM BJP ഡീൽ എന്ന നിലയിൽ കോൺഗ്രസ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്, അതിനെ തടയിടാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു അത്തരം ഒരു പ്രചരണം നട. അതിലൊരു വിഭാഗം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഈ പറയുന്ന കണക്കുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതേസമയത്ത് മറുഭാഗത്ത് ഇപ്പോൾ CPMൻ്റേതായ ചില കണക്ക് വരുന്നുണ്ട്. നേരത്തെ സിഗേഷ് സൂചിപ്പിച്ചിരുന്നു ആ ഭാഗത്തുനിന്ന് ഒരു മൗനമുണ്ടെന്ന്. ചില പ്രധാനപ്പെട്ട സീറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ തോൽക്കാനുള്ള സാധ്യതകൾ പറയുന്ന അവരുടെ ബൂത്ത് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ മത്സരം നേരിടേണ്ടി വന്നു. പലയിടത്തും ചില കണക്കൊക്കെ ഇന്ന് കണ്ടത് ആലപ്പുഴ ജില്ലയിലെ ജയിക്കുമെന്ന് പാർട്ടി പറഞ്ഞ കണക്കുകളിൽ തന്നെ 2700 1700 വോട്ടുകളുടെയൊക്കെ ലീഡ് പറയുന്ന 4 5 മണ്ഡലങ്ങൾ ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ പോലുമുണ്ട്. സ്വാഭാവികമായും അവരും ഒരു തിരിച്ചടി എവിടെയൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്ന കണക്കല്ല. അപ്പോൾ പോലും അധികാരത്തിലേക്ക് വരും എന്നാണ് CPM നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുള്ളതിനാൽ കയ്യിലുള്ളതിൽ 25 28 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും UDFൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് നേരിയ മാർജിനലെങ്കിലും അധികാരത്തിലേക്ക് വരാമെന്ന പ്രതീക്ഷ കൂടി അപ്പുറം കണക്കാക്കുന്നുണ്ട്. UDFൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇതേ ആത്മവിശ്വാസം കണ്ടതാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് പഴയത് കണ്ടു. ആ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ കേരള കൗമുദിയുടെ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ്. അതായത് ഭരണം UDF ഉറപ്പിച്ചെന്ന പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം പപ്പാതി വീതം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വീതിച്ചെടുക്കും എന്ന നിലയിലാണ് ആ വാർത്ത. എന്നിട്ട് അതിൻ്റെ ചർച്ചകൾക്കായി ഇത് കഴിഞ്ഞ ഉടനെ ഡൽഹിക്ക് പോകാൻ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കണ്ടത് തുടർച്ചയായി വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ആത്മവിശ്വാസം 4-ാം തീയതി വരെ എല്ലാവർക്കും തുടരാം. ഈ ആത്മവിശ്വാസമൊക്കെ പറയുമ്പോഴും എന്താണ് ജനം ആഞ്ഞു വന്ന് കുത്തിയത് എന്ന കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും അപ്പുറത്ത് CPMനുമൊക്കെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.